യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്രൈസ്തവ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകയായിരിക്കണം. ലോകത്തിൻ്റെ മുൻപിൽ വിളക്കും ഉപ്പുമാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ. കുടുംബമാണ് സമൂഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കുടുംബം മുതൽ ശരിയായ രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂട്ടായ്മയിലുള്ള ഒരു ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഇന്നത്തെ ഷെമ ഇസ്രായേൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് വചന സന്ദേശവുമായി കടന്നു വരുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. അച്ഛനിലൂടെ ദൈവസ്വരം നമുക്ക് ശ്രവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഷെമ ഇസ്രായേലിലൂടെ നമുക്ക് നൽകുന്ന വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം. പ്രിയമുള്ളവരെ, പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്നുള്ളതാണ് നമ്മൾ വായിക്കുന്ന ഈ വചനഭാഗം. ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകമായി കുടുംബജീവിതവും അതുപോലെ തന്നെ നമ്മളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട ജീവിതവും ഒക്കെ എങ്ങനെ ക്രമീകരിക്കണമെന്ന്. ആദ്യമായിട്ട് കുഞ്ഞുങ്ങളോട് കർത്താവ് പറയുന്നു, വചനത്തിലൂടെ പറയുന്നു, പൗലോസ് ശ്ലീഹ സംസാരിക്കുന്നു. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഈ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും അതുപോലെ നിയമാവർത്തന പുസ്തകങ്ങളിലുമൊക്കെ പലതവണ ആവർത്തിക്കുന്ന കാര്യമാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം. ഇന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് പകരം മാതാപിതാക്കളുടെ കണ്ണുനീര് മക്കളെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒരുപാട് ചിന്തിപ്പിക്കുകയും അതുപോലെ കുടുംബജീവിതങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയും ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് ഉപഭോഗ സംസ്കാരം വളർന്ന് കൺസ്യൂമറിസം വളർന്ന് അതുമല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കുന്ന ആ ഒരു രീതി, യൂസ് ആൻഡ് ത്രോ കൾച്ചർ, അത് വളർന്ന് മാതാപിതാക്കളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കുമൊക്കെ ധാരാളം കടന്നു കയറിയിരിക്കുന്നു. നമ്മുടെ കൊച്ചു ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ഇതിൽ ഉത്തമ ഉദാഹരണങ്ങളുണ്ട്. മാതാപിതാക്കളെ പുറന്തള്ളുന്ന ഒരു സംസ്കാരം, ഉപയോഗശൂന്യമായതിനെ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതിനെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സംസ്കാരം പല കുടുംബങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. സങ്കടത്തോടെ കടന്നു വരുന്ന മാതാപിതാക്കൾ ഒരുപാട് പേര് വേദനകൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്.
തങ്ങൾ സ്നേഹത്തോടെ ഊട്ടി വളർത്തിയ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത് വളർത്തിയ, ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുവാനും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ വളർത്തിയ മക്കൾ തിരിച്ച് സ്നേഹം കൊടുക്കാതാകുമ്പോൾ, സമ്പത്തിന് മാത്രം അവരുടെ സ്നേഹം ഒതുങ്ങുമ്പോൾ കരയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. സമ്പത്ത് മാത്രമല്ല, അല്ലാതെ പോലും ഒരു വിധത്തിലും സാമ്പത്തികമായിട്ടോ ഭൗതികമായിട്ടോ ഒന്നും മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത മക്കളുണ്ട്. എല്ലാ മക്കളോടുമായിട്ടാണ് കർത്താവ് പറയുന്നത്, മക്കളെ, കുഞ്ഞുങ്ങളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഈ ഭൂമിയിൽ മാതാപിതാക്കന്മാരില്ലാത്തവരായിട്ട് ആരുമില്ല. യേശുവിന് പോലും വളരെ കൃത്യമായിട്ട് പിതാവായ ദൈവം അമ്മയെയും അപ്പനെയും ഒരുക്കി വെച്ചിരുന്നു. മാതാപിതാക്കളെ രണ്ടുപേരെയും ഒരുക്കി വെച്ചിരുന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ മാതാവായി തീർന്നു. യൗസേപ്പ് പിതാവ് വളർത്തു പിതാവായി തീർന്നു. ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷണം ഒരു കുഞ്ഞിൻ്റെ സാർവത്രികമായ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. തൻ്റെ പുത്രനായ ഭൂമിയിലേക്ക് അയക്കുമ്പോഴും ആ ഒരു സംരക്ഷണം ഒരുക്കി വെച്ചു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ വലിയ സംരക്ഷണത്തിൻ്റെയും അവരുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ് ഓരോ മക്കളുടെയും ജീവിതം. അതുകൊണ്ട് ഒരു മക്കളും ഏത് പ്രായത്തിലും ഏതൊരവസ്ഥയിലും മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, അവരുടെ സാന്നിധ്യം ഉപേക്ഷിച്ച്, അവരുടെ സഹായം ഉപേക്ഷിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിൽ കടന്നു പോകുന്നത് ധൂർത്തപുത്രൻ കടന്നു പോയതുപോലെ പന്നിക്കൂട്ടിലേക്കായിരിക്കും. അപ്പനെ ഉപേക്ഷിച്ച് പോകുന്ന മകൻ, അവിടെ അമ്മയുടെ സാന്നിധ്യമില്ല. അമ്മയുടെ സാന്നിധ്യമില്ല എന്നതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധേയമാണ്. എങ്കിലും ധൂർത്തപുത്രൻ്റെ ഉമ്മയിൽ ഈ മകൻ അപ്പനെ ഉപേക്ഷിച്ച് അപ്പൻ്റെ സ്വത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ആ സ്വത്ത് വാങ്ങി കടന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചതായിട്ട് കണക്കാക്കി കടന്നു പോവുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും മക്കൾ മാതാപിതാക്കളെ മരിച്ചവരായി കണക്കാക്കി സ്വത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. എത്രയോ പേരുടെ കണ്ണുനീരോടെയുള്ള വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെക്കുറിച്ച് പല ആരോപണങ്ങളുമായി കടന്നു വന്ന മക്കളോട് സംസാരിച്ചു. അതിനുശേഷം മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ ഒരു അപ്പച്ചൻ, ഒരുപാട് പ്രായമുണ്ട്, രണ്ടുപേരും നല്ല ഉദ്യോഗങ്ങൾ ജോലികളിലൊക്കെ ഇരുന്നവരാണ്, ഇന്ന് രണ്ടുപേരും തീർത്ത് അവശരായിരിക്കുന്നു. ആ അപ്പനും അമ്മയും പറഞ്ഞ കാര്യം, അച്ഛാ, ഞങ്ങളുടെ 4 മക്കളുണ്ട്, ഈ 4 മക്കളും ഒന്ന് സ്നേഹത്തോടെ അപ്പച്ച അമ്മച്ചി എന്ന് വിളിച്ചിട്ട് നാളുകളായി. അവർക്ക് വേണ്ട സമ്പത്ത് അവർ ഭാഗിച്ചു കൊടുത്തു. ഇനിയുള്ളത് സ്ഥലവും ഈ വീടും മാത്രമാണ്. ഇന്ന് അതിനു വേണ്ടിയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ മക്കൾ 4 പേരും 4 രാജ്യങ്ങളിലും 4 സ്ഥലത്തുമാണെങ്കിലും അവിടെ അവർക്ക് നല്ല ജോലി ഉണ്ടെങ്കിലും ആ ജോലി കിട്ടാൻ കാരണമായത് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടാണെങ്കിലും ഇന്ന് ആ മക്കൾക്ക് ആവശ്യം ഇനി കിടക്കുന്ന സ്ഥലത്തിൻ്റെയും അതിൻ്റെ പേരിലുള്ള തർക്കവുമാണ്. അതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ കണ്ണുനീര് വീണ സ്ഥലം ഒരുപാട് തകർച്ചകളുടെ നടുവിലേക്ക് കടന്നു പോകുന്നതാകും. മാതാപിതാക്കൾ നൽകിയ ശരീരമാണ്, മാതാപിതാക്കൾ നൽകിയ സ്നേഹമാണ്, മാതാപിതാക്കൾ ഊട്ടി വളർത്തിയ ഭക്ഷണമാണ്, മാതാപിതാക്കൾ നൽകിയ വെള്ളമാണ്, മാതാപിതാക്കൾ നൽകിയ സംരക്ഷണമാണ്, ആരോഗ്യം നൽകിയത്. ഇതൊന്നും മനസ്സിലാക്കാതെ മാതാപിതാക്കളെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വചനം ശ്രദ്ധിക്കുക. കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, അത് നീതിയുക്തമാണ്. നിങ്ങൾക്ക് നന്മ വരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഒന്നാമത്തെ കാര്യം കർത്താവ് പഠിപ്പിക്കുന്നു, മാതാപിതാക്കന്മാരെ അനുസരിക്കുക. എത്ര പ്രായപൂർത്തിയായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകനും ഒരു മകളും അപ്പനേക്കാളും അമ്മയെക്കാളും വലുതായി മാറുന്നില്ല. അപ്പനേക്കാളും അമ്മയെക്കാളും പ്രായം കൂടുന്നില്ല. ഒരുപക്ഷെ നിനക്ക് വിദ്യാഭ്യാസം കൂടുതലുണ്ടാവാം, ഒരുപക്ഷെ നിനക്ക് കഴിവ് കൂടുതലുണ്ടാവാം അപ്പനേക്കാളും അമ്മയെക്കാളും, ഒരുപക്ഷെ അപ്പനേക്കാളും അമ്മയെക്കാളും സൗന്ദര്യം നിനക്ക് കൂടുതലുണ്ടാവാം. പക്ഷേ അപ്പനേക്കാളും അമ്മയെക്കാളും നിൻ്റെ ജീവിതത്തിൽ പ്രായം കൂടുന്നില്ല, അനുഭവം കൂടുന്നില്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിനും കൂടുതലല്ല. കാരണം നീ ജനിക്കാൻ കാരണം നിൻ്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിലും മാതാപിതാക്കളെ അനുസരിക്കാൻ തയ്യാറാകണം, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കണം. ഞാനിപ്രകാരം പറയും, ദൈവം കഴിഞ്ഞാൽ ഒരു മകനോ ഒരു മകളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥാപിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക. ദൈവം നിങ്ങളെ ബഹുമാനിക്കും, ദൈവം നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം കടന്നു വരും. രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പറയുന്നു, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന പല നന്മകളുടെയും കാരണക്കാരായി മാറേണ്ടത് മാതാപിതാക്കളുടെ അനുഗ്രഹമാണ്. സന്തോഷത്തോടെയുള്ള മാതാപിതാക്കളുടെ ഒരു വാക്ക്,
സ്നേഹത്തോടെയുള്ള അവരുടെ ഒരു തലോടൽ, സ്നേഹത്തോടെയുള്ള ഒരു ആശീർവാദം എത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കരഗതമാക്കാനായിട്ട് കാരണമാകും. കുറേ നാളുകളായിട്ട് വിദേശ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് പരാജയപ്പെട്ടു പോയ ഒരു മകള് കടന്നു വന്നു. ആ മകളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, മോളെ നിനക്ക് മാതാപിതാക്കളുമായിട്ടും അധ്യാപകരുമായിട്ടും ഒക്കെ നല്ല ബന്ധമാണോ ഉള്ളത്? മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് എൻ്റെ അപ്പച്ചനെ ഒട്ടും സ്നേഹിക്കാൻ പറ്റില്ല, ബഹുമാനിക്കാൻ പറ്റില്ല. അപ്പച്ചനുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ അപ്പച്ചനെ കാണുന്നത് മദ്യപിക്കുന്ന അപ്പച്ചനായിട്ടാണ്, എന്നെ വേദനിപ്പിക്കുന്ന, എൻ്റെ അമ്മയെ പീഡിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞ അപ്പച്ചൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ അപ്പച്ചനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും പ്രായമായ അപ്പച്ചൻ മദ്യപാനമൊക്കെ നിർത്തി, എങ്കിലും എനിക്ക് എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ പറ്റില്ല, അപ്പനോട് ക്ഷമിക്കാൻ പറ്റില്ല, അപ്പൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, മോളെ നീ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശക്തമാണ് നിൻ്റെ അപ്പൻ്റെ കരം. നീ വീട്ടിൽ പോയി നിൻ്റെ അപ്പച്ചനോട് നീ പറയുക, ചെറുപ്പകാലം മുതൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായതുകൊണ്ട് എനിക്ക് അപ്പച്ചനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ഷമിക്കാതെ വയ്യ, ഞാൻ അപ്പച്ചനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പച്ചനോട് മാപ്പ് ചോദിക്കുന്നു. ഒരു പക്ഷേ അപ്പച്ചൻ്റെ തെറ്റുകൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചതെങ്കിലും ഞാൻ അപ്പച്ചനോട് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എന്നോട് ക്ഷമിക്കണം. ഞാൻ മോശമായിട്ടൊക്കെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. ഈ മകള് ആ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങി ഏതാനും നാളുകൾക്ക് ശേഷം അവളുടെ വിദേശത്തേക്കുമുള്ള തടസ്സങ്ങളൊക്കെ മാറി വിദേശത്തേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വലിയ വിലയുണ്ട്, നമ്മൾ അറിയാത്തൊരു വില. കാരണം ദൈവം എന്നെയും നിങ്ങളെയും മെനഞ്ഞത് എൻ്റെ മാതാപിതാക്കളിലൂടെ, നിങ്ങളുടെ മാതാപിതാക്കളിലൂടെയാണ്. അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മറ്റൊരു അനുഗ്രഹം കിട്ടാനില്ല. അതുകൊണ്ടാണ് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, ദീർഘകാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആയുസ് കൂട്ടിക്കിട്ടാനായിട്ട്. രോഗങ്ങൾ ആയുസ് എടുക്കുന്ന കാര്യങ്ങളാണ്, അപകടങ്ങൾ ആയുസ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. രോഗങ്ങളും അപകടങ്ങളും ഒക്കെയാണ് നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, ഒരു രോഗവും ഒരു അപകടവും നിനക്ക് ഭവിക്കുകയില്ല. നിൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ശരിയാണെങ്കിൽ, നിൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ശരിയാണെങ്കിൽ, അവരുടെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു യാതൊരു വിധത്തിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളോ അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പെട്ടെന്നുള്ള മരണങ്ങളോ ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് ദീർഘായുസ് ഉണ്ടാവുമെന്ന് പറയും. ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആയുസ് മുഴുവൻ ജീവിക്കാനുള്ള ക്രമം നിനക്ക് കിട്ടും. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക, സ്നേഹിക്കുക, അവരുടെ അനുഗ്രഹം കൈവശമാക്കുക. 2, മാതാപിതാക്കളോട് പറയുന്നു, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം. കുട്ടികളിൽ കോപം ഉണ്ടാക്കരുത്. ചില മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവരെ വേദനിപ്പിക്കുകയും ശിക്ഷിക്കുകയും അനാവശ്യമായിട്ട് ശിക്ഷിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ. മക്കളെ ശിക്ഷിക്കണം, മക്കളെ ശാസിക്കണം, പക്ഷെ സ്നേഹത്തോടു കൂടിയാവണം. പലപ്പോഴും ചിലരൊക്കെ വാശി തീർക്കുവാനും വൈരാഗ്യം തീർക്കുവാനും ദേഷ്യം തീർക്കുവാനും ഒക്കെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മാതാപിതാക്കൾക്ക് മക്കളെ നൽകിയിരിക്കുന്നത് അവരെ സ്നേഹിക്കാനാണ്. സ്നേഹത്തിൽ നിന്നും ഉണ്ടായ മക്കളാണെങ്കിൽ അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് സ്നേഹം കൊടുത്ത് സ്നേഹത്തിൽ വളർത്തണം. ആന്തരിക മുറിവുള്ള കുഞ്ഞുങ്ങളായിട്ടല്ല വളർത്തേണ്ടത്. ഉള്ളിലുള്ള പല കാര്യങ്ങളും, ദേഷ്യങ്ങളും അതുപോലെ തന്നെ പലവിധത്തിലുള്ള ആസക്തികളിലേക്കുള്ള ശീലങ്ങളും ഒക്കെ കാരണമാകുന്നത് മാതാപിതാക്കളുടെ കുഞ്ഞുനാളിലുള്ള അവർക്ക് കൊടുക്കുന്ന ശിക്ഷണവും ശാസനയും ഒക്കെയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേൾക്കുക, പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളിൽ കോപം ഉളവാക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി. സ്നേഹിക്കണം, സ്നേഹം കൊടുത്ത് വളർത്തണം, സ്നേഹം കൊടുത്ത് ശിക്ഷിക്കണം, സ്നേഹത്തിൽ ശാസിക്കണം, സ്നേഹത്തിൽ അവരെ നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കണം. എന്നിട്ട് പറയുന്നു, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പൗലോസ് ഇത് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ലൂക്കായുടെ സുവിശേഷം വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എങ്ങനെ വളരണം? വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. സയൻസ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല, കണക്ക് കൊടുത്തതുകൊണ്ട് കാര്യമില്ല, സോഷ്യൽ സയൻസ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല, ഏതെങ്കിലും വിഷയങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ പഠിപ്പിക്കണം? കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. ദൈവവചനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ ഇതല്ലേ കാണുന്നത്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുക. മക്കളെ, നിങ്ങൾ നടക്കേണ്ട വഴി ഇതാണ്. നീ സയൻസ് പഠിച്ചാലും കണക്ക് പഠിച്ചാലും, നീ എഞ്ചിനീയർ ആയാലും, നീ ഡോക്ടറായാലും, നീ നേഴ്സായാലും, നീ ടീച്ചറായാലും, നീ കൃഷിക്കാരനായാലും, നീ കൂലിപ്പണിക്കാരനായാലും, നീ ബിസിനസ്സുകാരനായാലും, നീ നടക്കേണ്ട വഴി ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള വഴിയാണ്. നീ ആരുമായിക്കോട്ടെ, നിൻ്റെ ജീവിതത്തിൽ നീ ഏത് തലത്തിലും എത്തിച്ചേർന്നോട്ടെ, പക്ഷെ നീ നടക്കേണ്ട വഴി ഇതാണ്. അതാണ് കർത്താവിൻ്റെ ശിക്ഷണത്തിലും
ഉപദേശത്തിലും വളർത്തുക, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മക്കളെ വളർത്തുക. അപ്പോൾ അവർക്ക് വഴിതെറ്റില്ല. അതല്ലാതെ അവരെ വെറും ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ കൃഷിക്കാരനാക്കാനോ ബിസിനസ്സുകാരനാക്കാനോ നോക്കിയാൽ വഴിതെറ്റും. കാരണം അവർ തെറ്റിൻ്റെ വഴികൾ തിരഞ്ഞെടുത്തും. കർത്താവിൻ്റെ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. മക്കളെ, എത്ര ഉന്നതനായാലും നീ ദൈവത്തെ ധിക്കരിക്കരുത്. മക്കളെ, നീ എത്ര മുന്നോട്ട് പോയാലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവൃത്തി ചെയ്യരുത്. ഇത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, കാണിച്ചു കൊടുക്കുക. മക്കൾക്ക് ദൈവത്തിൻ്റെ വഴിയിലുള്ള നടപ്പ് കാണിച്ചു കൊടുക്കുക. പരിശുദ്ധ അമ്മയും യൗസേ പിതാവും യഥാർത്ഥ മാതാപിതാക്കളായി മാറിയത് അങ്ങനെയാണ്. ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. എല്ലാ വർഷവും കൂടാര തിരുനാളിന് കൊണ്ടുപോകുന്നു. അങ്ങനെ 12ാമത്തെ വയസ്സിൽ തിരുനാളിന് പോകുമ്പോൾ കാണാതാകുന്നു. ഇതൊക്കെ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അവരവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ സഭയിൽ ജീവിക്കണമെന്നും എങ്ങനെ അധികാരികൾ അനുസരിക്കണമെന്നും ഒക്കെ ഈശോയ്ക്ക് കാണിച്ചു കൊടുത്തു. നല്ല മാതാപിതാക്കൾ മക്കളെ ദൈവിക ശിക്ഷണത്തിലും ദൈവത്തിൻ്റെ ഉപദേശത്തിലും വളർത്തണം. അങ്ങനെയുള്ള മക്കളെ കൊണ്ട് മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. മക്കൾ വഴിതെറ്റിപ്പോയി, മക്കൾ തെറ്റിപ്പോയി. കുറേ കാലം കഴിയുമ്പോഴേക്കും അച്ഛാ ഞങ്ങൾ സ്നേഹം കൊടുത്തു. എന്ത് സ്നേഹം കൊടുത്തത്? സമ്പത്ത് കൊണ്ടുള്ള സ്നേഹം കാണിച്ചു. അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തു. അവർ ചോദിച്ചതൊക്കെ കൊടുത്തു. അതൊന്നും അല്ല സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ള സ്നേഹം. കാരണം യോഹന്നാൻ പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് നിങ്ങൾ കൊടുത്തത്? ഭൗതികമായ സ്നേഹം കൊടുത്താൽ ഭൗതികമായ സ്നേഹം കൊണ്ട് തിരിച്ചുള്ള ആ സ്നേഹവും അവസാനിക്കും. അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ലല്ലോ. മനസ്സുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ മക്കളിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ പ്രായപൂർത്തിയാകും. നിങ്ങൾ പ്രായമാകുമ്പോൾ മക്കളുടെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹവും സാമീപ്യവും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. ഇന്ന് മാതാപിതാക്കൾക്ക് പലർക്കും സമയമില്ല. മക്കളോട് കൂടെ ഇരിക്കാൻ സമയമില്ല. മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ സമയമില്ല. മക്കൾക്ക് സ്നേഹം തന്നെയാണെന്ന ആ സ്നേഹം തന്നെയായ ദൈവത്തെ കൊടുക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹം തിരിച്ചു കിട്ടാത്തത്. കൊടുക്കുന്ന സ്നേഹം മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. ഡെപ്പോസിറ്റ് ചെയ്തത് മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഭൗതികമായ സ്നേഹം ഒരു പക്ഷേ ആ കുഞ്ഞ് ചോദിക്കുമ്പോൾ പണം കൊടുക്കുന്നു, കുഞ്ഞ് ചോദിക്കുമ്പോൾ പോക്കറ്റ് മണി കൊടുക്കുന്നു, കുഞ്ഞ് ചോദിക്കുമ്പോൾ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്നു, മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നു, പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അതൊന്നും അല്ല സ്നേഹം. അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റില്ല. സ്നേഹം എന്ന് പറയുന്നത് സാമീപ്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുന്നതാണ്. എന്ത് കൊടുക്കുന്നതാ? ദൈവത്തെ കൊടുക്കുന്നതാണ് സ്നേഹം. സ്നേഹത്തെ കൊടുക്കുക, അപ്പോഴാണ് സ്നേഹം തിരിച്ചു കിട്ടുക. ദൈവമാണ് സ്നേഹം. ആ സ്നേഹത്തെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഭൃത്യന്മാരെയും യജമാനന്മാരെയും ഉദ്ദേശിച്ച് പൗലോസ് പഠിപ്പിക്കുന്നു. നമ്മുടെ സമൂഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാസന്മാരെ നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്നതുപോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുസരിക്കണം. ഏതെങ്കിലുമൊക്കെ തൊഴിലിലായിരിക്കുന്നവർ, ഏതെങ്കിലുമൊക്കെ ജോലിയിൽ മറ്റുള്ളവരുടെ അധികാരത്തിന് കീഴിലായിരിക്കുന്നവർ, അധികാരികളെ ക്രിസ്തുവിനെ എന്നതുപോലെ അനുസരിക്കുക. അവർക്കെതിരെയല്ല തിരിയേണ്ടത്, അവരെ അനുസരിക്കുക, മുന്നോട്ട് പോവുക. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹൃദയം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കും. ആരെങ്കിലും കാണുമ്പോൾ മാത്രം നന്മ ചെയ്യുന്നവർ, ആരെങ്കിലും കാണുമ്പോൾ മാത്രം കാണുമല്ലോ എന്നോർത്ത് ചെയ്യുന്നവർ, പലപ്പോഴും പല ഓഫീസുകളിലും ഉദ്യോഗങ്ങളിലും ഒക്കെ ഇരിക്കുന്നവർ കടന്നു പോകുന്ന തെറ്റിൻ്റെ ഒരു വഴിയാണ്. അധികാരികൾ കാണുമല്ലോ എന്നോർത്ത് ജോലി ചെയ്യുന്നവർ, അധികാരി കാണുമല്ലോ അറിയുമല്ലോ എന്നോർത്ത് മാത്രം ചെയ്യുന്നവരുണ്ട്. അത്തരക്കാരെയാണ് പൗലോസിനെ വിമർശിക്കുന്നത്. സർവശക്തനായ ദൈവം നീയും ഞാനും ഒക്കെ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് തിരിച്ചറിയുക. അധികാരികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ല. അതാണ് വചനം പറയുന്നത്. നിന്റെ മുകളിലുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ല നീ ജോലി ചെയ്യേണ്ടത്. നീ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, സർവശക്തനായ ദൈവത്തിന് വേണ്ടി ചെയ്യുക. ക്രിസ്തു കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുക. അതാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഞാനായിരിക്കുന്നത് ഒരു പുരോഹിതനായിട്ടാണെങ്കിൽ നിങ്ങളായിരിക്കുന്നത് നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മേഖലയാണത്. നീ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ നിൻ്റെ ശുശ്രൂഷയിലൂടെ അനേകം ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ണുനീരോടെയുള്ള ഫയൽ നിന്നെ മേശപ്പുറത്തിരിപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിലും ആ ഫയലുണ്ടെന്ന് ഓർത്തോളുക. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റാർക്കും വേണ്ടിയല്ല. നീ കൃഷിക്കാരനാണെങ്കിൽ നീ കൃഷി ചെയ്ത് ഈ ഭൂമിയെ മനോഹരമാക്കുന്നത്, അനേകർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നത്, അതും കർത്താവിന് വേണ്ടിയാണെന്ന് ഓർത്തോളുക.
ബിസിനസ്സുകാർ ഓർത്തുകൊള്ളുക, നിങ്ങൾ നടത്തുന്ന ക്രയവിക്രയങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്ക് പല വസ്തുക്കളും എത്തിക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം, നല്ല മനസ്സോടെ ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ അഴിമതിയും അക്രമവും കൈക്കൂലിയും ഒക്കെ അവസാനിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പറയുന്നു, ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കോട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവ് തരും. ഒരുപക്ഷെ ഈ ഭൂമിയിലെ നിങ്ങളുടെ യജമാനന്മാരോ അധികാരികളോ തിരിച്ചറിഞ്ഞിരുന്നവർ പക്ഷേ കർത്താവ് പ്രതിഫലം തരുമെന്ന് വചനം പഠിപ്പിക്കുന്നു. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, യജമാനന്മാരെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരുടെ പെരുമാറുവിൻ, അവരെ ഭീഷണിപ്പെടുത്തരുത്. നീ അധികാരിയാണെങ്കിൽ നിന്റെ കീഴിലുള്ളവരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങളെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെയും അവൻ്റെയും അധികാരി, നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. കർത്താവ് കാണുന്നുണ്ട്, നിന്റെ പ്രവൃത്തി കർത്താവ് കാണുന്നുണ്ട്, ഓരോ പ്രവൃത്തിയും കർത്താവ് കാണുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാം കാണുന്നുള്ള ബോധ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമൂഹ ജീവിതത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും മേഖലയിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ ദൈവവചനമനുസരിച്ച് മാറ്റം വരുത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മുടെ എല്ലാ കുറവുകളെയും കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ ആദിമ പദ്ധതി സമൂഹമായി ജീവിക്കുക എന്നുള്ളതാണ്. ആദത്തെ കർത്താവ് സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് കാണുകയാണ്. അവന് തുണയായിട്ട് അവൻ സ്ത്രീയെ നൽകി, തുണയായി അവർക്ക് കുടുംബമായി സന്തോഷത്തിൽ സമൂഹത്തിൽ ജീവിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനായ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുക്കുന്നത് സമൂഹ ജീവിതത്തിൻ്റെ വലിയ മാതൃകയുമായിട്ടാണ്. ഈശോ ദൈവപുത്രനായിരുന്നിട്ടും ജനിച്ചത് മനുഷ്യരുടെ ഭവനങ്ങളിലാണ്. യൗസേപ്പിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഭവനത്തിൽ. കുടുംബജീവിതത്തിനും സമൂഹ ജീവിതത്തിനും ദൈവം നൽകുന്ന പ്രാധാന്യം അതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ കേട്ട വചനഭാഗത്തിൽ നമ്മൾ കേട്ടത് എപ്രകാരമായിരിക്കണം നമ്മൾ സമൂഹ ജീവിതം നയിക്കേണ്ടതെന്നാണ്. മാതാപിതാക്കളുടെ കടമ, മക്കളുടെ കടമ, ജോലിക്കാരുടെ കടമ, ജോലി നൽകുന്നവരുടെ കടമ ദൈവം ഏൽപ്പിച്ചതാണെന്ന മനോഭാവത്തോടെ നിർവഹിക്കാൻ സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനമനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല മകനോ മകളോ ആകാതെ പോകാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഒരു നല്ല അപ്പനും അമ്മയും ആയിരിക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു തൊഴിലാളിയാകാൻ, ഒരു ജോലിക്കാരനാകാൻ, എൻ്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു യജമാനനാകാൻ, ജോലി ദാതാവാകാൻ സാധിക്കുന്നില്ല എങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. പ്രിയമുള്ളവരെ, എല്ലാ ജോലിയും മഹത്തരമാണ്. കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിന് ശേഷം മനുഷ്യനെ ലോകം മുഴുവൻ ഭരമേൽപ്പിക്കുക, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ, നശിപ്പിക്കാനല്ല, എല്ലാം വളർത്തുവാൻ, എല്ലാത്തിനും നന്മ കാണുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഈ ഒരു മേഖലയിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ. എനിക്കൊരു നല്ല മകനാകാനോ നല്ല മകളാനോ പറ്റുന്നില്ല. എനിക്കൊരു നല്ല അപ്പനോ അമ്മയോ ആകാൻ പറ്റുന്നില്ല. എനിക്കൊരു നല്ല തൊഴിലുടമയാകാൻ പറ്റുന്നില്ല. എനിക്കൊരു നല്ല തൊഴിലാളിയാകാൻ പറ്റുന്നില്ല. അതിനുള്ള കുറവുകളെ കർത്താവെ അങ്ങ് പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ മേഖലയിലും ഏതെങ്കിലും മേഖലയിൽ തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ മറന്ന് അതിന് ഉത്തരവാദിത്തങ്ങൾക്ക് അനുസൃതമല്ലാതെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ കർത്താവെ. അങ്ങ് നൽകിയ ദാനമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാതെ എല്ലാറ്റിനെക്കുറിച്ചും അഹങ്കരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഈശോയെ അതെടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം പ്രിയമുള്ളവരെ, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം.
നമ്മളൊക്കെ ഏതെങ്കിലും വിധത്തിൽ സമൂഹ ജീവിതം നയിക്കുന്നവരാണ്. സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകളുണ്ടാവാം. മാതാപിതാക്കളുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്തവർ, സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്തവർ, അധികാരികളുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്തവർ, തൊഴിലാളികളുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്തവർ, എല്ലാവരെയും കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏത് മേഖലയിൽ നിന്നെങ്കിലും നിനക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുടെ കരുണയോ സ്നേഹമോ ഏതെങ്കിലും വ്യക്തിയുടെ ഇടപെടലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അധികാരിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ആവശ്യമുണ്ടെങ്കിൽ, ഈ നിമിഷം അവരെ സമർപ്പിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വ്യക്തിയോട് നിനക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ, നിൻ്റെ മാതാപിതാക്കളോ നിൻ്റെ മക്കളോ നിൻ്റെ സഹോദരങ്ങളോ നിൻ്റെ ജീവിത പങ്കാളിയോ നിൻ്റെ അധികാരികളോ നിൻ്റെ തൊഴിലാളിയോ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവാനുഗ്രഹം ഒഴുകട്ടെ. ആ മക്കൾ അവരുടെ തെറ്റ് മൂലം, അവരുടെ ഏതെങ്കിലും പ്രവൃത്തികൾ മൂലം നിനക്കിന്ന് വേദന ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അതുവഴി അനുഗ്രഹം ഒരുക്കണമേ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ 770 പ്രാവശ്യം ക്ഷമിക്കാൻ അരുളി ചെയ്ത കർത്താവേ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അനുഗ്രഹം എടുക്കണമേ. മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയാത്തവർ ഇപ്പോൾ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക മേഖലയും ഭൗതിക സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കളോട് ക്ഷമിക്കാൻ പറ്റാത്തവർ, കർത്താവേ, അങ്ങനെയുള്ള മാതാപിതാക്കൾ ഇവിടെയുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളിലേക്കും ഈ മാതാപിതാക്കളിലേക്കും അനുഗ്രഹം ഒഴുക്കണമേ. കർത്താവേ, അതുപോലെ തന്നെ അധികാരികളോട് ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ആ അധികാരികളിലേക്കും ഈ മക്കളിലേക്കും അനുഗ്രഹം ഒഴുക്കണമേ. കർത്താവേ, കീഴിൽ ജോലിയെടുക്കുന്ന ഏതെങ്കിലും തൊഴിലാളികളോട് ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കർത്താവെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തൊഴിലാളിയിലേക്കും അതുപോലെ ഈ ജോലി നൽകിയിരിക്കുന്ന ദാതാവിലേക്കും അനുഗ്രഹം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ പറ്റാത്തവർ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, വലിയ മാനസാന്തരം നൽകണമേ. കർത്താവെ, പൗരോഹിത്യത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അങ്ങയുടെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൗതിക നന്മകൾ നൽകണമേ. ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ. ക്ഷമിക്കാൻ കഴിയാത്ത വിധത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. സാമൂഹിക ബന്ധത്തിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ഒരു കുടുംബം പോലെ വളരുവാൻ, ഒരു സമൂഹമായി വളരുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ. എല്ലാ അകൽച്ചകളും നീങ്ങിപ്പോകട്ടെ. ഐക്യമുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.